കിലോ ബീഫ്, 2 ഗ്ലാസ് അരി, ഇതേപോലത്തെ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരി. ഈ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം വേണം. അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, വേപ്പില, കുരുമുളക്, മുളക് പൊടി ഒരു സ്വല്പം മതി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഈ ഇറച്ചിയിൽ ഈ കുരുമുളകും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ കൂടിയിട്ട് തിരുമ്മി വയ്ക്കണം. നാരങ്ങയും പിഴിഞ്ഞ് തിരുമ്മി വെക്കണം. അതിന് ശേഷം ഇറച്ചി അടപ്പത്തേക്ക് ഇട്ട് ഈ സവാളയൊക്കെ വഴറ്റി അടപ്പത്തേക്ക് ഇട്ടതിന് ശേഷം ഇത്രയും വെള്ളം മതി. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം. ഈ വെള്ളം ഈ ഇറച്ചിയിലേക്ക് ഒഴിച്ച് ഇറച്ചി വേവിച്ചതിന് ശേഷം അരി വേവിക്കാവുള്ളൂ. ആ വെള്ളം ഇറച്ചി വെന്ത് ഈ വെള്ളം തിളക്കണതിലേക്ക് ഈ അരിയിട്ട് കുക്കറൊന്നും കൂടി ഇതാക്കി വിസിൽ ഊതിക്കഴിഞ്ഞാൽ ബിരിയാണിയാവും. ഇഞ്ചി ഇത് ഇറച്ചിക്കും ചോറിനുമുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും മതി. പച്ചമുളകും സവാളയും രണ്ടിനും കൂടി ഇത്രയും മതി എല്ലാത്തിനും. പിന്നെ മസാല ഇതിൽ നിന്ന് കുറച്ചിടുള്ളൂ. ഇറച്ചി നമ്മൾ കടുക് പൊട്ടിക്കണമല്ല, ആദ്യം നെയ്യും ഡാൽഡയും ഈ ഓയിലും ഒഴിച്ചതിന് ശേഷം, വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് കടുക് ഇടുന്ന പോലെ കുറച്ചിട്ടാൽ മതി. എന്നിട്ടാണ് ഈ മസാലകളൊക്കെ ഇട്ട് വാട്ടി ഇത് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് അരി കഴുകിയിട്ടില്ല, ഇറച്ചി കഴുകിയിട്ടില്ല. ഇത് രണ്ടും കഴുകി ഇതൊക്കെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി കുക്കറിൽ ഇടുന്നത് ഞാൻ കാണിച്ചു തരാം. ഇട്ട് വേവിച്ച് ബിരിയാണി ആവുന്നത് റെഡിയാവും. ഇത് ഏത് സാധാരണക്കാർക്ക് ചെയ്യാവുന്ന എളുപ്പത്തിലുള്ള ബിരിയാണി.